ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ +2ലേക്ക് കടന്നിരിക്കുകയാണ്. +2 ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. CBSE കുട്ടികൾക്ക്, അതുപോലെ സ്റ്റേറ്റിലെ കുട്ടികൾക്കും ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരാനൊക്കെ പോവുകയാണ്. അപ്പോൾ നമ്മൾ +2 എന്ന് പറയുന്ന ഒരു കരിയർ ഡിസൈഡിങ് സ്റ്റേജ് തന്നെയാണ് നമ്മൾക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, +2 വെറുതെ നമുക്ക് ബോർഡ് എക്സാം മാത്രം പഠിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ശരിയാവുമോ? ഇല്ല അല്ലേ? നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് തന്നെ കാണണം. കാരണം +2ന് ശേഷം എന്ത് ഓപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിനുള്ള കുറച്ചൊരു ഉത്തരങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കറിയാം +1ൽ നമ്മൾ കുറച്ച് ചാപ്റ്റർ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? സെറ്റ്സ്, ദെൻ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, ട്രിഗ്നോമെട്രി, ദെൻ പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, ബൈനോമിയൽ തിയറം, പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ കുറേ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു അല്ലേ? ദെൻ ഇതിൽ കുറേ ചാപ്റ്ററിൻ്റെ എന്താണ് കണ്ടിന്യൂവേഷൻ ഇവിടെ വരുന്നുണ്ട്. അതായത് 12th നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാം, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വരുന്നുണ്ട്, 3 ഡയമെൻഷണൽ ജോമെട്രി കണ്ടിന്യൂഷൻ വരുന്നുണ്ട്, പ്രോബബിലിറ്റി വരുന്നുണ്ട്. ഇങ്ങനെ കുറേ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഞാൻ ഇത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം +1ൽ നിങ്ങൾ കുറച്ച് ചാപ്റ്റർ പഠിച്ചു, അത് അവിടെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് +2ലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം, +2 ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒറ്റ ചാപ്റ്ററായിട്ടാണ് എന്ത് ചെയ്യുന്നത്, എൻട്രൻസ് പോലെയുള്ള എക്സാംസിന് ഇത് ചോദിക്കുന്നത്. അപ്പോൾ സെറ്റ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ കൃത്യമായിട്ട് അറിയത്തുണ്ടെങ്കിൽ 12ലെ ആ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി ഞങ്ങൾ +1 കൂടെ പഠിക്കണോ എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ചിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ +2ൻ്റെ ടോപ്പിക്കുകൾ നിങ്ങളെ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാ +1 ടോപ്പിക്കുകളും നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പാരലി ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ ആണല്ലോ? സോ അപ്പം എൻട്രൻസ് എക്സാമിന് നമുക്ക് എന്ത് ചെയ്യണം, +2 മാത്രമല്ല നമുക്ക് എക്സാം ആയിട്ട് വരുന്നത്, സിലബസിൽ +1 കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ അല്ലേ? സോ +2 പഠിക്കുന്നിടയ്ക്ക് നമ്മൾ ഇനി എങ്ങനെ +1 പഠിക്കുമെന്നുള്ള ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനുള്ളൊരു ഉത്തരവാണ് ഞാനിപ്പോൾ തന്നത്. നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ചിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ക്ലാസ്സുകൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. +2ൻ്റെ ഓരോ ചാപ്റ്റർ കഴിയുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പാരലി നമ്മൾ +1ലെ ഓരോ ചാപ്റ്റേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, അതേ ഓർഡർ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ബോർഡ് എക്സാമിനും എൻട്രൻസിനും തമ്മിലുള്ള ക്വസ്റ്റ്യൻസ് വ്യത്യാസമുള്ളത്. നമുക്കറിയാം ഇപ്പോഴത്തെ ബോർഡ് എക്സാം ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫാക്കി കൊണ്ടുവരുന്നുണ്ട്. നേരത്തെ ബോർഡ് എക്സാമൊക്കെ വളരെ സിമ്പിളായിട്ടാണ്. ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ നോക്കിയാൽ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. CBSEക്ക് ആണെങ്കിലും അത്രയും പ്രശ്നമില്ലാത്ത ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ ബോർഡ് എക്സാമുകൾ പോലും അത്രയ്ക്കും ടഫായി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു സമയത്ത് നമ്മൾ വെറുതെ ഒരു ക്ലാസ്സിൽ പോയി റെഗുലറായിട്ട് പഠിച്ചാൽ മാത്രം നമുക്ക് ബോർഡ് എക്സാമിന് നല്ല സ്കോർ ലഭിക്കണമെന്ന് നിർബന്ധമില്ല. സോ ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻട്രൻസിൽ നമ്മൾ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യും. കാരണം ബോർഡ് എക്സാമിന് നമുക്ക് പല ഡിലീറ്റഡ് ടോപ്പിക്കുകളും അല്ലെങ്കിൽ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രെസ് ചെയ്ത് പഠിച്ചാണ് നമ്മൾ A+, A1ലേക്ക് നമ്മൾ പോകാനൊക്കെ തുടങ്ങുന്നത്. പക്ഷേ എൻട്രൻസിന് എന്താണ്, നമുക്ക് എല്ലാ ടോപ്പിക്കുകളും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഡിലീറ്റഡ് എന്ന് പറയുന്ന കാറ്റഗറി ഒന്നുമില്ല. ഡിലീറ്റഡ് എന്ന് പറയുന്നതിൽ നിന്ന് പോലും എന്ത് ചെയ്യുന്നുണ്ട്, എൻട്രൻസിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സോ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒരുപാട് ഷോർട്ട് കട്ടുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഡിലീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എൻട്രൻസിന് ഫോക്കസ് ചെയ്ത് പഠിക്കണം. സോ ഓൾ ഓവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ചാപ്റ്ററിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മളിങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു കോഴ്സ് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിനും നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അത് CBSE, സ്റ്റേറ്റ് എന്നൊരു ഡിഫറൻസേ ഇല്ല. നമ്മൾ എല്ലാവരും ഫോക്കസ് ചെയ്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോഴ്സ് എന്ത് ചെയ്തിരിക്കുന്നത്, സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. സോ ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഇതിന് ശേഷം വരുന്ന ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട്. കീം എക്സാം വരുന്നുണ്ട്, അതുപോലെ തന്നെ JEE എക്സാം, പിന്നെ ഒരുപാട് VIT എക്സാമുകൾ, അങ്ങനെ പല എക്സാംസ് ഉണ്ട്. ഈ എക്സാംസിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചാനലിൽ കൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. സോ +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അബദ്ധം തന്നെയാണ്. സോ ഇപ്പം മുതലേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ്. സോ എല്ലാവരും തന്നെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.